ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തെറ്റുകളിലേക്ക് പോകുന്ന ബലഹീനത അവസാനിപ്പിക്കാം. നമുക്ക് നമ്മിലൊരു നിയന്ത്രണം ഉണ്ടാകണം. അത് പൂർണ്ണമല്ലാത്തതിനാൽ നമ്മെ നിയന്ത്രിക്കാൻ നമുക്ക് ദൈവത്തെ ഏൽപ്പിക്കാം. വാക്യം വീണ്ടും വായിക്കുന്നു. മനുഷ്യർ എന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു, എന്നാൽ തിരുവായിൽ നിന്നുള്ള കൽപ്പനകളാൽ അതിക്രമങ്ങളുടെ വഴിയിൽ നിന്ന് ഞാൻ എന്നെ തന്നെ സൂക്ഷിച്ചു. Though evil people tried to pay me to do wrong, I have not done what they want. Instead, I have done what you commanded. I have not done what they wanted. Instead, I have done what you commanded. അവരെന്നോട് പറഞ്ഞതല്ല, ദൈവം എന്നോട് പറഞ്ഞത് തന്നെ ചെയ്യുവാൻ ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുന്നു. ഞാൻ ഒരു പ്രായോഗിക കാര്യം പറയട്ടെ. ഏതെങ്കിലും കുട്ടിയെ ജനിച്ചു വീണ ആശുപത്രി വെച്ച് MDMA കൊടുത്തായിരുന്നോ? കഞ്ചാവ് കൊടുത്തായിരുന്നു? സിഗരറ്റ് കൊടുത്തായിരുന്നോ? ബീഡി കൊടുത്തായിരുന്നോ? തമ്പാക്ക് കൊടുത്തായിരുന്നോ? അമ്മ കൊടുത്തോ ഈ സാധനങ്ങൾ? അധ്യാപകർ കൊടുത്തോ എന്നൊക്കെ ചോദിക്കാൻ എനിക്ക് പേടിയാണ്. കാരണം അധ്യാപകരും ഇപ്പം ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പണ്ടൊക്കെ നല്ല അധ്യാപകരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാര്യം പ്രയാസം. വിശ്വസിച്ച് കാടടച്ച് പറയുകയല്ല. അപ്പോൾ നമ്മളിന്ന് ഭയപ്പെടണം. അയ്യോ, ഞാനിങ്ങനെയുള്ള അധ്യാപകരോടൊക്കെ ഇടപെട്ടതിനാൽ അവർ പറയുന്ന ഈ MDMAയിൽ നിന്ന് ഒരുത്തനെ മോചിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവൻ വയലൻ്റ് ആയാൽ ചിലപ്പോൾ നമ്മളെ കൂടെ കൊല്ലും. പല കുട്ടികളും കാട്ടിക്കൂട്ടുന്ന ഭയങ്കരമായ പരിപാടികൾ കണ്ടപ്പോൾ മെൻ്റലാന്നും പറഞ്ഞ് മരുന്ന് കൊടുക്കുക. എൻ്റെ സഭയിലൊരു സഹോദരൻ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. അവൻ പ്രൊഫഷണലായിട്ട് പഠിച്ചവനാണ്. ഈ മോൻ എന്നോട് പറയുന്നത്, പാസ്റ്ററെ, ഒരു 8ലെങ്ങാണ്ട് പഠിക്കുന്ന കുട്ടിയെ മെൻ്റലാണെന്ന് വിചാരിച്ച് ട്രീറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഒരു നിശ്ചിത സമയമാകുമ്പോൾ ഈ കുട്ടിക്കൊരു സാധനം കഴിക്കണം, അപ്പോൾ അവൻ നോർമലാവും. എന്താ അല്ലേ? ഇതിനെ നിയന്ത്രിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം പോയല്ലോ. എല്ലാ ദിവസവും എന്നെ രാസലഹരി വസ്തു പിടിച്ചു. നിങ്ങളൊരു മാസത്തെ പത്രം എടുത്ത് വെച്ച് നോക്ക്. ഇങ്ങനെയുള്ള ലഹരി മരുന്നുകളുടെ വേട്ട എന്നും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും നമ്മുടെ കണക്കിലൊന്നും ഒതുങ്ങത്തില്ല. കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ്. ഈ നാട് മുടിക്കാൻ വേണ്ടി ആരൊക്കെയോ ഇങ്ങോട്ട് ഇത് കയറ്റിവിടുക. എത്ര നല്ലൊരു ദേശമായിരുന്നു. ഇപ്പം ഈ റോഡിൽ വരുന്ന ഡ്രൈവർമാർ, വണ്ടി ഓടിക്കുന്നവരെ സൂക്ഷിക്കണം. അവരെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവും. നമ്മൾ നമ്മുടെ ജീവനെ നിലനിർത്തണം. എന്താ പറഞ്ഞു വരുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിൽ വീണുപോകുക. ഇപ്പം ഈ ലഹരി മരുന്ന് ഉപയോഗങ്ങൾ അമ്മ പഠിപ്പിച്ചതല്ല, ഗൈനക്കോളജിസ്റ്റ് പഠിപ്പിച്ചതല്ല, അപ്പം പഠിപ്പിച്ചതല്ല. പിന്നെ എവിടെ നിന്ന് കിട്ടിയതാണ്? സമൂഹത്തിൽ നിന്ന് കിട്ടി. എപ്പോൾ കിട്ടി? ചിലർക്ക് 8ാം ക്ലാസ് വെച്ച് കിട്ടി, ചിലർക്ക് 10ാം ക്ലാസ് വെച്ച് കിട്ടി, ചിലർക്ക് 12ാം ക്ലാസ് വെച്ച് കിട്ടി, ചിലർക്ക് കോളേജ് വെച്ച് കിട്ടി. അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളെ ആവർത്തിച്ച് പറയാനുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നത്. മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിൽ വീഴരുതേ. പിന്നെ എന്നാ മാർഗം? നിങ്ങൾ ഇച്ചിരൂടെ ദൈവത്തിൽ ആശ്രയിക്കുന്നേ.
നിങ്ങൾ ഇച്ചിരൂടെ ദൈവത്തിൽ ആശ്രയിക്കുക, ഇച്ചിരൂടെ ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പം ദൈവത്തിൻ്റെ ഒരു പ്രഷർ നിങ്ങളുടെ മേൽ വരും. ഫ്രണ്ട്സ് പ്രഷർ, ഡ്രഗ്സ് പ്രഷർ, ഗോഡ്സ് പ്രഷർ. ദൈവത്തിൻ്റെ പ്രഷർ നിങ്ങളുടെ മേൽ വരണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ ആശ്രയിച്ച് ദൈവത്തിന് കീഴ്പ്പെടണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പവർ നിങ്ങളെ ഇങ്ങനെ പിടിക്കാൻ നിങ്ങൾ വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് ജയം കിട്ടുമെന്നായി പറഞ്ഞു വരുന്നത്. ഞങ്ങളിങ്ങനെ ഡെയിലി കാണുകയും കേൾക്കുകയും ചെയ്യുന്നതുകൊണ്ട് പറയുകയാണ്, ഈ കുഞ്ഞുങ്ങളൊക്കെ നല്ല പിള്ളേരാണ്, പക്ഷെ അവരേതോ പ്രഷറിന് അടിമപ്പെട്ടു പോയി. കർത്താവേ, ഒരു നവീകരണം, ഒരു മാറ്റം ഞങ്ങളുടെ സമൂഹത്തിൽ ഉണ്ടാകണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ.